ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ബനാന ബിസ്ക്കറ്റ് കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഒരു കിണ്ണം കാച്ചിയ ഐറ്റമാണ് കേട്ടോ. അതും വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ഒരു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ്, ഒരു കവർ ബിസ്ക്കറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗം, ഏകദേശം ഒരു 12 ബിസ്ക്കറ്റോളം മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതോടൊപ്പം തന്നെ കുതിർത്തെടുത്ത 10 ബദാമും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇങ്ങനെ നിരത്തി കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചാണ് നമ്മളിതൊന്ന് നിരത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റൊരു ബൗളിലേക്ക് 15 ml ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അളന്നെടുത്ത് ഇട്ട് കൊടുക്കുക. ശേഷം അതോടൊപ്പം തന്നെ 100 ml പാല് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഒരു പുഡിങ് തയ്യാറാക്കുന്നതിൻ്റെ ആദ്യ പടിയെന്നോണം ഈ കസ്റ്റാർഡ് പൗഡർ മിക്സും അതുപോലെ പാലും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 250 ml പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ, അതായത് നേരത്തെ നമ്മൾ എടുത്തിരുന്ന 15 ml ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുടരെ ഇളക്കി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സും പാലും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സും പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒരല്പം ക്രീമി ആയിട്ട് കുറുകി കിട്ടുമ്പോഴേക്കും, അതായത് തീരെ അങ്ങ് ലൂസായി പോകാനും പാടില്ല, തീരെ കട്ടിയായി പോകാനും പാടില്ല, ആ ഒരു പരുവത്തിൽ കുറുകി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു ബിസ്ക്കറ്റിന് പുറത്തേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം കൂടിയുണ്ട്. അത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഏത്തപ്പഴമാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി വേണം നമുക്ക് ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി ഈ കാണുന്നത് പോലെ ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 20 ml വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒടുവിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴവും കൂടി ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ അവസരങ്ങളിലൊന്നും തീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും റെഡിയായി കഴിഞ്ഞു. ഇനി പുഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് നമുക്കിതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാമെങ്കിലും ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിഡു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.